ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാങ്കുളം CSI സഭ ഈ നോയമ്പ് കാലത്തിൽ ഇപ്രകാരം ഒരു നോയമ്പുകാല ധ്യാന ചിന്തകളായി ഈ 40 ദിവസം അവർക്ക് ദൈവവചന ധ്യാനം വിവിധ ഇടങ്ങളിൽ വിവിധ മേഖലകളിൽ ക്രമീകരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദേൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും ഹവ്വയെയും പാർക്കുവാൻ കൊണ്ടാക്കുകയും ഏദേൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ അവർക്ക് ഭക്ഷിക്കാമെന്ന് ദൈവം കൽപ്പിക്കുകയും, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം ആദി മാതാപിതാക്കളോട് കൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ ലംഘിച്ചുകൊണ്ട് ദൈവം ഭക്ഷിക്കരുത് എന്ന് അവരോട് കൽപ്പിച്ച ഫലം അവർ ഭക്ഷിക്കുകയും ദൈവകോപത്തിന് അവർ ഇരയായി തീരുകയും ചെയ്തു. തൽഫലമായി അവർ ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതേൻ തോട്ടത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ വിലക്കപ്പെട്ട കനികളോട് അവർക്ക് ആസക്തി തോന്നുകയും അത് അവരുടെ ജീവിതത്തിൽ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനുള്ള 1-ാമത്തെ കാരണമായി തീരുകയും ചെയ്തു. ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിൽ വിലക്കപ്പെട്ട കനികളായി അനേക വസ്തുക്കൾ നമുക്ക് ചുറ്റുപാടുകളിലും ഉണ്ട്. അവയെ നാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് ഈ നോയമ്പ് കാലം പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും ദൈവത്തോട് പറ്റിച്ചേരേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പല ഇടങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇവിടെ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വയുടെ അടുക്കൽ കടന്നു വരികയും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന ഒരു പ്രലോഭനത്തിൽ ഹവ്വ വീഴുകയും ചെയ്യുന്നു. എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മറ്റുള്ളവരെ പോലെ ആകുക എന്നുള്ളത്. ഇവിടെയും ഹവ്വയുടെ ജീവിതത്തിൽ ദൈവത്തെ പോലെ ആകുക എന്നുള്ളത് ഹവ്വയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നമുക്കിന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരെ പോലെ ആകുവാൻ നാം ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ്. അതിന് നമുക്ക് ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്നു. പ്രലോഭനങ്ങളിൽ നാം ഓരോരുത്തരും വശംവദരാകാതെ നാം അതിനെ അതിജീവിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. വിലക്കപ്പെട്ട കനി നാം ഭക്ഷിക്കുമ്പോൾ 3-ാമതായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രകാശവസ്ത്രം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ദൈവം ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പ്രകാശവസ്ത്രം അവരെ അണിയിച്ചിരുന്നു. എന്നാൽ പാപം ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും അവർ നഗ്നരാണ് എന്ന തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ ആവരണം ചെയ്തിരുന്ന പ്രകാശവസ്ത്രം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അവരുടെ കണ്ണ് തുറന്ന് അവർ നഗ്നർ എന്ന് അറിഞ്ഞു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വിലക്കപ്പെട്ട കനികൾ രുചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശവസ്ത്രം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. 4-മതായി അത്തിയില കൊണ്ടുള്ള വസ്ത്രത്തിന്
അല്പ ആയുസ് മാത്രമേ ഈ ലോകത്തിൽ ഉള്ളൂ എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ ചൂടുകൾ തട്ടുമ്പോൾ അത്തിയില ഉണങ്ങിപ്പോകുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദാമും ഹവ്വയും നഗ്നർ എന്ന് തിരിച്ചറിയുകയും അവരുടെ പ്രകാശവസ്ത്രം നഷ്ടമാകുകയും ചെയ്തപ്പോൾ അവർ സ്വയമായി അത്തിയില കൂട്ടിത്തുന്നി ഒരു വസ്ത്രം ഉണ്ടാക്കി അവരുടെ നാണം മറച്ചതായി ദൈവവചനത്തിൽ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ആ വസ്ത്രത്തിന് അല്പ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകത്തിലെ പാപങ്ങൾക്ക് താൽക്കാലികമായ ആയുസ്സുകൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. 5-ാമതായി, കൽപ്പനകളുടെ ലംഘനം ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു എന്നുള്ളതാണ്. വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേൾക്കുകയും അവർ നഗ്നരാകൊണ്ട് വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നതായി ദൈവവചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ വിളിക്കുകയും നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരാകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്ന മറുപടി അവർ ദൈവത്തോട് പറയുന്നു. നിങ്ങൾ നഗ്നരെന്ന് ആർ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അവർ പിശാച് അല്ലെങ്കിൽ പാമ്പ് ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. കൽപ്പന ലംഘനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് മുഖാന്തിരമായി തീരുന്നു. ഈ നോയമ്പ് കാലഘട്ടം ദൈവ കൽപ്പനകൾ അനുസരിച്ച് ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. ഈ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവവചനത്തിന് അനുസൃതമായി ഈ നോയമ്പുകാലം കഴിച്ചുകൂട്ടുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.